നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് സാർവജനിക് സൂചന അധികാരിക്ക് നാം പറയേക്ക് പത്ര ലിഖേം എന്ന ചോദ്യം അല്ലേ. എന്തായാലും ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടോ ഓപ്ഷണൽ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലൊരു പത്ര ലിഖേം എന്ന ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഈസി ആയിട്ട് എഴുതാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു 4 ഉദാഹരണങ്ങളിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം വളരെ അടിപൊളിയായിട്ട് പഠിക്കും. സാർവജനിക് സൂചന അധികാരി എന്ന് പറഞ്ഞാൽ ആരാ? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ആരുണ്ടാകും? ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഉണ്ടാകും. നമുക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശമുണ്ട് അല്ലേ, റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശ നിയമം നമുക്ക് ആ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ പൗരനും, ഓരോ ഇന്ത്യൻ പൗരനും ഗവൺമെൻറ് അത് ഒരു അവകാശമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഓഫീസിലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സർക്കാർ സ്ഥാപനത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക? നമ്മൾ അപേക്ഷിക്കണം. ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? സാർവജനിക് സൂചന അധികാരിക്ക് അല്ലേ. ഇപ്പോൾ വില്ലേജ് ഓഫീസിലാണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ അവിടെ എത്ര പേര് നികുതി അടച്ചു, അല്ലെങ്കിൽ എത്ര രൂപയാണ് നികുതി വരുന്നത്, ഇത്ര സെൻറ്റ് സ്ഥലത്തിന് എത്ര രൂപയാണ് മാർക്കറ്റ് വില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വില്ലേജ് ഓഫീസിലുള്ള പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഒരു വിവരാവകാശം എന്ത് ചെയ്യാം, ഒരു കത്ത് നമുക്ക് അല്ലെങ്കിൽ ഒരു അപേക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ നൽകേണ്ടത് എന്നതാണ് ഈ ഒരു പത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സാർവജനിക് സൂചന അധികാരിക്ക് നാം പത്ര, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ബാലവേലയാണ് ഇവിടുത്തെ വിഷയം. ബാൽശ്രം അല്ലേ, ബാൽശ്രമാണ് ഇവിടുത്തെ വിഷയം. ബാൽശ്രം എന്ന് പറഞ്ഞാൽ എന്താ? ബാലവേലയാണ്. അപ്പോൾ ബാലവേല തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് അല്ലേ. അപ്പോൾ സേവാമേം നമ്മളൊരു ലെറ്റർ തുടങ്ങുമ്പം ഈ പ്രത്യേകിച്ച് സാർവജനിക് സൂചന അധികാരിയുടെ പേരിലാണ് ലെറ്റർ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യം സേവാമേം എന്ന് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് അല്ലേ. സേവാമേം എന്ന് പറഞ്ഞാൽ എന്താ? ടു എന്നാണ് അർത്ഥം അല്ലേ. സേവാമേം എന്ന് പറഞ്ഞാൽ ടു ആർക്കാണ്? യെസ്, സാർവജനിക് സൂചന അധികാരി അല്ലേ, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. റോസ്ഗാർ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിൽ മന്ത്രാലയം. ഓക്കെ, തൊഴിൽ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ലേബർ. പിന്നെ ഭാരത് സർക്കാർ, നൈ ദില്ലി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ, ന്യൂഡൽഹി എന്ന അഡ്രസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപേക്ഷ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡീറ്റെയിൽസും നമുക്ക് എന്താണ് അറിയേണ്ടത് എന്നും പ്രത്യേകം ബോക്സുകളിലാക്കിയിട്ട് 1 2 3 എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഒന്നാമത്തേത് ആവേദക കാ നാം, അപേക്ഷകൻ്റെ പേര്, നെയിം ഓഫ് അപ്ലിക്കൻറ്റ് അല്ലേ. ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ചിലപ്പോൾ ടേബിളൊന്നും ചെയ്യേണ്ട, നേരെ അങ്ങ് എഴുതിയാൽ മതി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാവും. എന്തായാലും ഉള്ളിലുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കണം. അതായത് നെയിം ഓഫ് അപ്ലിക്കൻറ്റ് ഉണ്ടാവണം, അതുപോലെ ढाक का पूरा पता ഫുൾ അഡ്രസ്സ് വേണം, അതുപോലെ സൂചന കാ വിഷയ സബ്ജക്റ്റ് എന്താണെന്ന് എഴുതണം അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ മാങ്കി ഗയി സൂചന കാ വിവരൻ 1 2 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. ഏറ്റവും അവസാന സൂചന ढाकिया ദസ്തിമേ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങൾ ബോക്സ് വരച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആവേദക കാ നാം, നെയിം ഓഫ് അപ്ലിക്കൻറ്റ് ഹരിത എം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ढाक का पूरा पता, മുഴുവൻ അഡ്രസ്സ്. പൂരാ പത്ത എന്ന് പറഞ്ഞാൽ മുഴുവൻ അഡ്രസ്സ് അല്ലേ. ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം 22 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൂചന കാ വിഷയം, അറിയേണ്ട വിഷയം എന്താണ്? ബാൽശ്രം കോ രോക്കിനെ കേലിയെ, ബാലവേല തടയുന്നതിന് വേണ്ടി റോസ്ഗാർ മന്ത്രാലയ ദ്വാര, തൊഴിൽ മന്ത്രാലയ മുഖേന കീ ഗൈ, ചെയ്തിട്ടുള്ള കാര്യവായും സെ സംബന്ധിത്, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. ഈ സംബന്ധിത് എന്ന വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും സെ സംബന്ധിത് എന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലാവണം എന്ത് ചെയ്യേണ്ടത്, സൂചനാക്ക വിഷയം എഴുതേണ്ടത്. ഓക്കെ, അത്രയും മതി. അത്ര എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അറിയേണ്ടത് എന്ന് നമ്മൾ ഇങ്ങനെ ഒരു 4ാമത്തെ പോയിൻ്റായിട്ട് അല്ലേ, മാങ്കി ഗൈ സൂചനാക്ക വിവരൻ, നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളുടെ വിശദമായ വിവരണം അല്ലേ. 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എഴുതുന്നു. എന്തൊക്കെയാ? ക്യാ ഭാരത് മേം ബാൽശ്രം പർ കാനൂനി രോക്ക് ഹേ, ക്യാ ഭാരത് മേ എന്താ ഇന്ത്യയിൽ ബാൽശ്രം പർ, ബാലവേലയെ തൊട്ട് കാനൂനി രോക്ക് ഹേ, നിയമപരമായി തടഞ്ഞിട്ടുണ്ടോ, നിയമപരമായിട്ട് ബാലവേല ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? तो बाल श्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान है? അങ്ങനെയെങ്കിൽ ബാൽശ്രം രോക്കിനെ, ബാലവേല തടയുവാനും, അവർ ഉസ്കെ ഖിലാഫ്, അതിനെതിരെ, ഉസ്കെ ഖിലാഫ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലേ, സമാജ് കോ, സമൂഹത്തെ, സചേത് കർണ, ബോധവൽക്കരിക്കുക,
അല്ലെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും കോൻ കോൻ സെ പ്രാവധാൻ ഹേ എന്തെല്ലാം സംവിധാനങ്ങളാണുള്ളത് അല്ലേ പ്രാവധാൻ എന്ന് പറഞ്ഞാൽ എന്താ സംവിധാനങ്ങൾ. ഇനി അടുത്ത ചോദ്യം മന്ത്രാലയ ദ്വാര रोजगार जगहों में सूचना पट लगवाने की कौन कौन सी कार्यवाहियां ली गई है. മന്ത്രാലയ മുഖേന റോസ്ഗാർ ജഗഹോമേം റോസ്ഗാർ ജഗഹ് എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങൾ എന്നാണ് അർത്ഥം. അതായത് തൊഴിൽ ചെയ്യുന്ന സ്ഥലം, അതായത് നമ്മുടെ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്ന വർക്ക് സൈറ്റുകൾ അല്ലെ, അല്ലെങ്കിൽ പാലത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് തൊഴിൽ ഇടങ്ങളുണ്ട് അല്ലേ. തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താ പറയുക വലിയ ടൗൺ സിറ്റികൾ അല്ലേ, അതൊക്കെ എന്താണ് തൊഴിലിടങ്ങളാണ്. അങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ സൂചനാപട്ട് ലഘുവാനേക്ക് സൂചനാപട്ട് എന്ന് പറഞ്ഞാൽ നോട്ടീസ് ബോർഡുകൾ ലഘുവാനേക്ക് സ്ഥാപിക്കുവാനുള്ള കോൻ കോൻ സി കാര്യവാഹിയാം ലീ ഗയി ഹെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ ബോർഡ് വെക്കണം. എന്തിനുള്ള ബോർഡ്? ബാലവേല നിയമപരമായി കുറ്റമാണ്, ബാലവേലയ്ക്ക് പ്രേരിപ്പിക്കുന്നവർക്ക് ഇന്ന ഇന്ന ശിക്ഷകൾ ലഭിക്കുന്നതാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം? ബോർഡുകൾ സ്ഥാപിക്കണം അല്ലേ. അതിന് വല്ല നടപടിയും സ്വീകരിച്ചിട്ടുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ? ബാൽശ്രം കെ ബാരേമേം പതാ ചൽനെ പർ ബാലവേലയെക്കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ബാലവേല ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച് പതാ ചൽനെ പർ വിവരം ലഭിച്ചാൽ അല്ലെങ്കിൽ നമുക്കറിയാൻ കഴിഞ്ഞാൽ കിസ് കാര്യാലയമേ ഏത് ഓഫീസിലാണ്, കിസ് കാര്യാലയം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഓഫീസിലാണ് സൂചന ദേനി ഹേ വിവരം നൽകേണ്ടത്. പിന്നെയോ കാര്യാലയ കാ ദൂർഭാഷ ഉപലബ്ധ കരാ സക്തേ ഹേ ദൂർഭാഷ. ഇതൊക്കെ ഓർത്ത് വെച്ചോ. ചോദ്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ ഓഫീസിൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ നമുക്ക് ചോദിച്ചിട്ടൊരു ചോദ്യം ചെയ്താം അല്ലേ. കാര്യാലയ കാ ദൂർഭാഷ ഉപലബ്ധ കരാ സക്തേ ഹേ ഓഫീസിലെ ദൂർഭാഷ ടെലിഫോൺ നമ്പർ ഉപലബ്ധ കരാ സക്തേ എനിക്ക് തരാൻ കഴിയുമോ? ഉപലബ്ധ കരണ എന്ന് പറഞ്ഞാൽ നേടുക എന്നൊക്കെയാണ് അർത്ഥം. അതെനിക്ക് സംഘടിപ്പിച്ച് തരുമോ? അതുപോലെ ബാൽശ്രം കേലിയെ പ്രേരിത് കർണേവാലോക്കോ ബാലവേലയ്ക്ക് പ്രേരിപ്പിക്കുന്നവർക്ക് മിൽനേവാല അധികതം ദണ്ഡ് ക്യാഹെ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ എന്താണ്? അധികതം ദണ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടിയ ശിക്ഷ. ക്യാഹെ എന്താണ്? ലാസ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് സൂചന ഢാക്കിയ ദസ്തീമേം വിവരങ്ങൾ ലഭിക്കേണ്ടത് നേരിട്ടാണോ അതോ ഓഫീസിൽ വന്ന് വാങ്ങിക്കുമോ അല്ലേ? ഢാക്കിയ പോസ്റ്റ് വഴിയാണോ അതോ ദസ്തീമേ ഓഫീസിൽ വന്ന് വാങ്ങിക്കുമോ അല്ലേ. ഡാക്ക് എന്ന് പറഞ്ഞാൽ കത്ത് വഴി അയച്ചാൽ മതിയോ? നിങ്ങളുടെ വീട്ട് അഡ്രസ്സിലേക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ അഡ്രസ്സ് അല്ലേ, ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം, ആ അഡ്രസ്സിലേക്ക് കത്ത് വഴി അയച്ചു തന്നാൽ മതിയോ അതോ ദസ്തീമേ ഓഫീസിൽ നേരിട്ട് വന്ന് ദഫ്തർ അല്ലേ, ദസ്തി എന്ന് പറയുന്നത് അവിടെ ദഫ്തറാണ്, അതായത് ഓഫീസിൽ വന്ന് നേരിട്ട് വാങ്ങുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഡാക്ക് ദ്വാര കത്ത് വഴിയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനിപ്പിക്കുമ്പോൾ എന്താണ്? ഹസ്താക്ഷർ ഹരിത എം അത്രയും മതി. ഹസ്താക്ഷർ ബ്രാക്കറ്റിൽ ഹസ്താക്ഷർ എഴുതുന്നു എന്നൊരു പേര് മതി. ഹരിതായം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന മോഡൽ ഇതാണ്. വേണമെങ്കിൽ ഇവിടെ മുഴുവൻ അഡ്രസ്സൊക്കെ എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഹരിതായം തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് നമുക്ക് ഇതിന് താഴെ വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ. പിന്നെ പ്ലേസും ഡേറ്റും ഉണ്ടാവണം. പ്ലേസ് തിരുവനന്തപുരം, പിന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു മോഡൽ. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള മോഡലാണ്. നമുക്ക് ഈ ചോദ്യം തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ഭാരത് സർക്കാർ ആയിരുന്നെങ്കിൽ കേരള സർക്കാർ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന എന്താ? റോസ്ഗാർ മന്ത്രാലയ ഭാരത് സർക്കാർ എന്നല്ലേ, അതിന് പകരം റോസ്ഗാർ മന്ത്രാലയ കേരള സർക്കാർ എന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം ചോദ്യം തന്നെ. പിന്നെ ആളുടെ പേര് മാറിയിട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും ആരാണ് എന്ന്, ആരാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പേരും അഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. സടക്ക് കെ ഗഡ്ഡോ മേ ലഗാതാർ ദുർഘടനായ ഹോത്തി ഹെ. സടക്ക് കെ ഗഡ്ഡോം റോഡിലെ കുഴികളിൽ വീണ് ലഗാതാർ കണ്ടിന്യൂസ്ലായിട്ടില്ലേ, അതായത് തുടർച്ചയായിട്ട് ദുർഘടനായും ഹോത്തി ഹേ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സടക്കോം കോ യാതായാത് കോ യോഗ്യ ബനാനെ കെ ലിയെ ഈ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ കി ഓർ സെ കി ഗൈ കാര്യവാഹിയോं की सूचना पाने के लिए ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ നിവാസ് എറണാകുളം കി ഓർ സെ ഈ രാഹുൽ എന്ന വ്യക്തി സാർവജനിക് സൂചനാധികാരി ലോക് നിർമ്മാൺ വിഭാഗ് കേരള സർക്കാർ നാം സൂചനാധികാർ പത്ര തയ്യാർ കരയാ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരാണ്? ഓഫീസർ ആരാ? സാർവജനിക് സൂചനാ അധികാരി പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ലോക് നിർമ്മാൺ വിഭാഗ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ റോഡൊക്കെ നന്നാക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യുന്നത്? കത്ത് എഴുതുന്നത്. അപ്പോൾ നമുക്ക് സേവാമേ എന്ന് പറഞ്ഞിട്ട് സാർവജനിക് സൂചനാധികാരി ലോക് നിർമ്മാൺ വിഭാഗ് കേരള സർക്കാർ എഴുതി. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സ്റ്റാമ്പ്. അവിടെ സ്റ്റാമ്പിൻ്റെ ചിത്രം കൊടുത്തിരുന്നു അല്ലേ. നമുക്ക് സ്റ്റാമ്പിൻ്റെ ചിത്രം വരക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു ബോക്സിൽ സ്റ്റാമ്പ് 10 രൂപ എന്ന് എന്ത് ചെയ്യുക? എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെച്ചാൽ മതി. അത് എഴുതി വെക്കണം, മറന്നു പോരുതേ. ഓക്കെ. ആവേദക കാ നാം രാഹുലാണ്. ഠാക്ക് കാ പൂരാ പത്ത രാഹുൽ നിവാസി എറണാകുളം കേരളം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സൂചന കാ വിഷയം
എന്താണ് വിഷയം? സടക്കോं को यातायात योग्य बनाने के लिए സർക്കാർ की ओर से की गई കാര്യവാഹിयों से संबंधित. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ കാര്യവാഹിയോं की സൂചന എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്ത് കാര്യവാഹിയോं से संबंधित എന്നാക്കി മാറ്റുന്നു, അത്രേ ഉള്ളൂ അല്ലേ. सड़कों को यातायात के योग्य बनाने के लिए सरकार की ओर से की गई കാര്യവാഹിയോं से संबंधित ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് സൂചന എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ സേ സംബന്ധിച്ച് ചേർത്ത് എന്ത് ചെയ്യാം, എഴുതാം. ഇനി മാംഗി ഗൈ സൂചന കാ വിവരൺ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കേണ്ടത്? ആജ് തക് കേരൾ മേ കിतने लोग सड़क हादसा से मर गए. ആജ് തക് ഇന്ന് വരെ കേരളത്തിൽ കിतने लोग എത്ര ആളുകളാണ് സടക്ക് ഹാദസാസെ റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത്? കിतने लोग इलाज में है, എത്ര പേർ ചികിത്സയിലുണ്ട്? ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, സടക്ക് കെ ഗഡ്ഡോं की वजह से कितने हादसा हुआ है. സടക്ക് കെ ഗഡ്ഡോं की वजह से റോഡിലെ കുഴികൾ കാരണം കിतने हादसा हुआ है, എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പിന്നെ സടക്കോं को यातायात को योग्य बनाने के लिए सरकार की तरफ से क्या क्या बातें की गई है. ഈ റോഡുകളെ എന്താ പറയുക ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ബാത്തേം കീകൈ ഹെ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, അങ്ങനെ ഒരു 3 ചോദ്യം മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ഡാക്ക് ദ്വാര, അതുപോലെ ആവേതക്ക് ഹസ്താക്ഷർ രാഹുൽ, അതുപോലെ എറണാകുളം, ആ രൂപത്തിൽ പ്ലേസും ഡേറ്റും ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം. ചോദ്യം ചിറ്റാരിപ്പറമ്പ് സ്കൂൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണ് ഇത് അല്ലേ. ചിറ്റാരിപ്പറമ്പ് സ്കൂളിലെ ആ റൂട്ടിൽ ബസ് കുറവാണ്, അതിന് MVDക്ക് അല്ലേ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് സടക്ക് പരിവഹൻ കാര്യാലയം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഹിന്ദിയിൽ എന്താ പറയുക, സടക്ക് പരിവഹൻ കാര്യാലയം. അവിടുത്തെ സാർവജനിക് സൂചനാ അധികാരി കണ്ണൂർ കേരള എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് രാജേഷ് കുമാറാണ്, സദസ്യ അധ്യാപക അഭിഭാവക സംഘ് ചിറ്റാരിപ്പറമ്പ് ഉच्च മാധ്യമിക് സ്കൂൾ കണ്ണൂർ. ചിറ്റാരിപ്പറമ്പ് ഉच्च മാധ്യമിക് സ്കൂൾ അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ, അവിടുത്തെ അധ്യാപക അഭിഭാവക സംഘ് PTA അല്ലേ, അധ്യാപക അഭിഭാവക സംഘ്, ഇതൊക്കെ ആ പാരഗ്രാഫിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു സദസ്യാണ്, സദസ്യ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് PTA അല്ലേ, ചിറ്റാരിപ്പറമ്പ് സ്കൂൾ. സൂചന കാ വിഷയം, എന്താണ് സൂചന കാ വിഷയം? ചിറ്റാരിപ്പറമ്പ് സ്കൂൾ കെ ഛാത്രോं की ബസ് യാത്രാ സംബന്ധി പരേശാനിയോं पर, ആ സ്കൂളിലെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പരേശാനിയോं पर പ്രയാസങ്ങളുമായി സടക്ക് പരിവഹൻ കാര്യാലയ ദ്വാര കീ ഗൈ കാര്യവാഹിയോं से സംബന്ധിത്, അതിന് MVDയുടെ ഭാഗത്തുനിന്നും ചെയ്തിട്ടുള്ള എന്ത് കാര്യവാഹിയോं से സംബന്ധിത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് MVD അതിനെന്തും പരിഹാരമാണ് കണ്ടെത്തിയത്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ബസ്സിലെ യാത്ര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ, ബസ് ടൈമിനില്ല, അല്ലെങ്കിൽ ബസ്സിൻ്റെ എണ്ണം കുറവാണ്. ആ രീതിയിൽ എന്ത് നടപടിയാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് MVD സ്വീകരിച്ചത് എന്നതാണ് അറിയേണ്ടത് അല്ലേ. ചോദ്യം, സവേരെ 8 बजे से 10 बजे तक स्कूल की और कितनी बसें चलती हैं. സവേരെ 8 बजे से രാവിലെ 8 മണി മുതൽ 10 മണി വരെ, സ്കൂൾ की और സ്കൂളിൻ്റെ ഭാഗത്തേക്ക് കിतनी बसें चलती है, എത്ര ബസ്സുകളാണ് വരുന്നത്? ബസ് യാത്രയ്ക്ക് പരേശാനിയോं पर, ബസ് യാത്രയുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ഛാത്രോं द्वारा की गई शिकायत पर, വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ മേൽ ഛാത്രോं द्वारा की गई शिकायत പറഞ്ഞാൽ പരാതി. കാര്യാലയ്ക്ക് ഓർ സെ ക്യാ ക്യാ കാര്യവാഹി की गई है, ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? വിദ്യാർത്ഥികൾ ഒരു പരാതിയൊക്കെ കൊടുത്തിരുന്നു, അതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? स्कूल की ओर क्या नए बसों के लिए परमिट देने का निर्णय कार्यालय ने लिया है, समय तालिका की विवरण दे. स्कूल की ओर സ്കൂളിൻ്റെ ആ ഭാഗത്തേക്ക് ആ റൂട്ടിലൂടെ നയേ ബസ്സോं के लिए പുതിയ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുവാനുള്ള തീരുമാനം കാര്യാലയനെ ലിയാ ഹെ, ഓഫീസ് എടുത്തിട്ടുണ്ടോ? MVD പുതിയ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? സമയ താലികാക്കി വിവരണ്ടേ, സമയ താലിക എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ, അതായത് എപ്പോഴൊക്കെയാണ് ബസ് പുറപ്പെടുക, ഏത് സമയത്താണ് സ്കൂളിൻ്റെ അവിടെ എത്തുക, ആ രീതിയിലുള്ള ആ ഒരു ടൈം ഷെഡ്യൂൾ എന്ത് ചെയ്യണം, അതിൻ്റെ വിവരം തരണം എന്നും അല്ലേ. പിന്നെ സാധാരണ പോലെ തന്നെ ഓക്കെ, പ്ലേസും ഡേറ്റും ഒക്കെ എഴുതിയിട്ട്. ഇനി ലാസ്റ്റ് ഒരു ഉദാഹരണം കൂടി. എന്താണ്? केरल में कोविड-19 की तीसरी लहर को रोकने के लिए स्वास्थ्य मंत्रालय द्वारा की गई कार्यवाहियों से संबंधित, കേരളത്തിൽ COVID-19 മൂന്നാമത്തെ വേവ് അല്ലേ, തേർഡ് വേവ്, തീസരി ലഹർ എന്ന് പറഞ്ഞാൽ തേർഡ് വേവ്, അതിനെ രോക്കിനെ കേലിയെ തടയുന്നതിന് വേണ്ടിയിട്ട് സ്വാസ്ഥ്യ മന്ത്രാലയ ദ്വാര ആരോഗ്യ മന്ത്രാലയം മുഖേന കീ ഗൈ കാര്യവാഹിയോं से സംബന്ധിത്, അവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരാണ് എഴുതുന്നത്? രമേശ്, VK നഗർ, കോടിമാത, കോട്ടയം. ഓക്കെ, ഇദ്ദേഹം എഴുതുന്ന ആർക്കാണ് എഴുതുന്നത്? സ്വാസ്ഥ്യ മന്ത്രാലയ, കേരള സർക്കാർ സാർവജനിക് സൂചനാധികാരി. ഇവിടെ തന്നെ
ഏത് ലെറ്റർ വെച്ചാൽ ആദ്യം എഴുതേണ്ടത് എന്താ? സാർവജനിക് സൂചന അധികാരി, സേവാമേം സാർവജനിക് സൂചന അധികാരി, സ്വാസ്ഥ്യ മന്ത്രാലയ, കേരള സർക്കാർ, സ്റ്റാമ്പ് എഴുതണം. അതുപോലെ ആവേദക നാമ്, ഡാക്ക് കാ പൂരാ പത്ത, സൂചന കാ വിഷയ്, ഈ കാര്യങ്ങൾ അതുപോലെ എഴുതാം. ചോദ്യങ്ങൾ നോക്കാം. ആജ് തക് കേരൾ മേ കിത്തനെ ലോഗ് കോവിഡ്-19 സെ മർ ഗയേ? ആജ് തക് ഇന്ന് വരെ കേരളത്തിൽ കിത്തനെ ലോഗ് എത്ര ആളുകളാണ് കോവിഡ്-19 സെ മർ ഗയേ, കോവിഡ്-19 മൂലം മരണപ്പെട്ടത്? കിത്തനെ ലോഗ് ഇലാജ് മേ ഹെ, എത്ര പേർ ചികിത്സയിലാണ്? ഇലാജ് എന്ന് പറഞ്ഞാൽ എന്താ? ചികിത്സ അല്ലേ. 2 കിത്തനി ഹസ്പതാൽ മേ കോവിഡ്-19 കെ ലിയെ ഇലാജ് ഹോ രഹേ ഹെ? എത്ര ആശുപത്രികളിലാണ് കോവിഡ്-19 ഇലാജ് ഹോ രഹേ, ചികിത്സ ലഭ്യമായിട്ടുള്ളത്? ഏതൊക്കെ ഹോസ്പിറ്റലിൽ കോവിഡ്-19 ചികിത്സയുണ്ട്? അതുപോലെ കിത്തനെ ലോഗ് വാക്സിൻ ഡാല, എത്ര ആളുകൾ വാക്സിൻ എടുത്തിട്ടുണ്ട്? 3 കോവിഡ്-19 को रोकने के लिए सरकार की तरफ से क्या क्या बातें की गई है? അതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ് ചോദ്യം അല്ലേ. കോവിഡ്-19 തടയുന്നതിന് വേണ്ടി, റോക്കിനെ കേലിയെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, കോവിഡിനെ തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കി തരഫ് സെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ക്യാ ക്യാ ബാത്തേം കി ഗൈ ഹെ, എന്തെല്ലാം നടപടികളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു? സൂചന ഡാക്കിയ ദസ്തിമേ ഡാക്ക് ദ്വാര എന്ന് എഴുതുക. എന്നിട്ട് കോട്ടയം, അതുപോലെ ഡേറ്റ്, ആവേദക്, അപ്ലിക്കൻറ്റ് അല്ലേ, ഹസ്താക്ഷർ, രമേശ്, വി കെ നഗർ, കൊടിമാത, കോട്ടയം. ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? സാർവജനിക് സൂചന അധികാരിക്ക് നാം പത്ര നമ്മൾ നല്ല ഭംഗിയായിട്ട് എഴുതുക. ഏത് വിഷയം തന്നാലും ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും ആരാണ് കത്തെഴുതുന്നത്, ആർക്കാണ് കത്തെഴുതുന്നത് എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പിന്നെ ഒരു ചോദ്യവും ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കി ഒരു 2 ചോദ്യം കൂടി നിങ്ങളെ വകയായിട്ട് എന്ത് ചെയ്യുക? അഡീഷണൽ ആയിട്ട് ഒന്ന് ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യുക? 8 മാർക്കായിരിക്കും. ആ 8 മാർക്കും മുഴുവൻ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും വായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.